പണം കൊടുക്കുന്ന മുതലാളിക്കെതിരെ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ വാ തുറക്കാത്ത ഒരു സംഭവം കണ്ടില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബോംബെറിഞ്ഞ് കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്തത് 2020 കോർഡിനേറ്ററായ സാബു എം ജേക്കബിന്റെ വലം കൈയായിട്ടുള്ള ടീന ജോസ്. ആ വിവരം പുറത്തു വന്നിട്ട് 2 ദിവസമായി. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഇതിപ്പോ നമ്മുടെ ഒരു 56 ഇഞ്ചാണെന്ന് ഒന്ന് ആലോചിക്കുക. കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളായിക്കോട്ടെ, എന്തൊരു വാർത്താ പ്രളയം ഉണ്ടായേനെ. പക്ഷെ നോക്കണേ, മാസപ്പടി കൊടുക്കുന്ന ഒരു മുതലാളി കൊണ്ട് നടക്കുന്ന ശിരോവസ്ത്രമിട്ട ഒരു ക്രിമിനൽ സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന് താഴെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു മെസ്സേജ് ഇട്ടതിന് ശേഷം എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല എന്ന് നിങ്ങൾ ആലോചിച്ചു. പണം കൊടുത്ത അവിടെ മുട്ടിലെഴയുന്നവരാണ് കേരളത്തിലെ മാപ്രകളെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? മുതലാളിമാരെ തമ്മിലുള്ള മാസപ്പടി ഇടപാടിന്റെ കൂട്ടുകച്ചവടം ഏത് വഴിക്കാണ് പോകുന്നതെന്ന് നോക്കിയേ. ടീന ജോസിനെ പോലെ ശിരോവസ്ത്രമിട്ട ക്രിമിനലുകളെ സാബുവിന്റെ 2020 പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ആ ജട്ടിക്ക് വേണ്ടി കുഴലൂതാൻ നടക്കുന്ന ഒരു കന്യാസ്ത്രീ ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെച്ചാൽ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനമായിരുന്നെങ്കിൽ ഇതിനോടകം മാധ്യമങ്ങൾ ഏത് രീതിയിലായിരിക്കണം ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? രാജീവ് ഗാന്ധി എന്ന പ്രധാനമന്ത്രിയെ ചെയ്തല്ലോ, അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഇതിനും പറ്റും എന്ന് ഒരു ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീ, അതും 2020 എന്ന പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ഒരു ജെട്ടി വ്യവസായിയുടെ പാർട്ടിയുടെ അംഗമായിട്ടുള്ള ഈ സ്ത്രീ ഇത് പറഞ്ഞതിന് ശേഷം അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി എന്ന് പോലും ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കവലകളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ കൊലവിളി പ്രസംഗമേ എന്ന് വാവിട്ട് കരയുന്ന കരച്ചിലുകൾ എത്ര നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്തൊരാവേശമാണ് പിന്നീട് ചർച്ചയായി ലൈവായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുട്ടുള്ള മുറിയിലും ഇരുട്ടില്ലാത്ത മുറിയിലെല്ലാം ഇരുന്നും കിടന്നും നിന്നും പല സ്ഥിരം നിരീക്ഷകരെയും വിദഗ്ധരെയും അവർ തീറ്റിപ്പോറ്റുന്ന പല അടിമകളെയും വിളിച്ച് ചർച്ചകൾ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ നടത്തിയേനെ. പക്ഷേ ഈ വിഷയത്തിൽ സാബു എം ജേക്കബിന്റെ പ്രതികരണം എടുക്കണ്ട, അല്ലെങ്കിൽ സഭാപിതാക്കന്മാരെ വിളിച്ച് ഇത്തരം പ്രതികരണം നടത്തിയ ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ ശിരോവസ്ത്രമിട്ടിരിക്കുന്ന ക്രിമിനലിനെ കുറിച്ച് അഭിപ്രായം ആരായുകയോ ചർച്ചയ്ക്കൊരുങ്ങുകയോ ചെയ്യാതെ ഇപ്പോഴും അവർ മുഖ്യമന്ത്രി എന്ന വ്യക്തിയുടെ ജീവന് നേരെ വിരൽ ചൂണ്ടിയ ഒരാളെ സംരക്ഷിക്കുന്ന രീതി നോക്കിയേ. ഇതാണ് പറയുന്നത് കേരളത്തിലെ മുതലാളിമാരുടെ മാസപ്പടി പറ്റുന്ന മാപ്രകളുടെ ഓരോ വിഷയത്തിലെയും ആത്മാർത്ഥത എന്താണെന്ന് നിങ്ങൾ കാണണം. ഇതാണ് ഇവരുടെ മാധ്യമധർമ്മം. സർക്കാർ ആശുപത്രികൾക്കെതിരെ വാർത്ത എന്ന പേരിൽ ഉള്ളതും ഇല്ലാത്തതിന്റെ പേരിൽ വാർത്താ ആഘോഷം നടത്തും. എന്നാൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ കാര്യം വന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുടെ പേര് പോലും ഉച്ചരിക്കില്ല. കാര്യം എന്താണ്? ഈ ജെട്ടി വ്യവസായിയായ മുതലാളിയിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് പോലെ തന്നെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ സ്വകാര്യ ആശുപത്രിക്കാരിൽ നിന്നും മുതലാളിമാർ മാസപ്പടി വാങ്ങുന്നുണ്ട്. ഏത്? രോഗികളെ പിഴിഞ്ഞു കിട്ടുന്നതിന്റെ ഒരു വിഹിതം ഈ കൊള്ളക്കാരാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗുരുതരമായ സംഭവം കേരളത്തിൽ നടന്നിട്ടും മുഖ്യമന്ത്രിയെ കൊല്ലണമെന്നുള്ള ഒരു മെസ്സേജ് കണ്ടിട്ടും ചർച്ചയാകാതെ പോകുന്നിടത്ത് കൂട്ടുകച്ചവടങ്ങളും പണത്തിന്റെ ഇടപാടുകളും കൊണ്ട് എങ്ങനെയാണ് മാധ്യമങ്ങളുടെ ദാസ്യപ്പണി നടക്കുന്നതെന്ന് ഈ ഒരൊറ്റ വിഷയം തെളിയിക്കുന്നുണ്ട്. കേരളത്തിന്റെ മനസാക്ഷി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കോലും തൂക്കി ഈ നാട്ടിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്നവരുടെ കച്ചവട താല്പര്യം എന്താണെന്നും ഇതിലൂടെ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്.